Hi friends, welcome to Recipes Recooked. ഇന്ന് നമുക്ക് നല്ല നാടൻ 4 മണി പലഹാരമായിട്ടുള്ള സുഗിയൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ സുഗിയൻ തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ 1 കിലോ ചെറുപയറാണ് എടുത്തിട്ടുള്ളത്. 1 കിലോ എന്ന് പറയുമ്പോൾ 4 കപ്പ് ചെറുപയറാണ് എടുത്തിട്ടുള്ളത്. ചെറുപയറൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി 1 കപ്പ് ചെറുപയറിന് 2 കപ്പ് വെള്ളം എന്നുള്ള കണക്കിൽ 4 കപ്പ് ചെറുപയറാവുമ്പോൾ 8 കപ്പ് വെള്ളം ചേർത്ത് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് 1 വിസിൽ വരുന്നത് വരെയും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് 2 വിസിൽ വരുന്നത് വരെയും വേവിച്ചെടുക്കാം. നിങ്ങൾക്കിനി ചെറുപയർ എക്സസ് വെള്ളത്തിൽ വേവിച്ചെടുത്തിട്ട് വെള്ളം ഊറ്റിക്കളയുന്നതാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ചെറുപയർ വെന്ത് കുഴഞ്ഞു പോവാതിരിക്കാനാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ദാ ഇവിടെ ചെറുപയറൊക്കെ പാകത്തിന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും കുഴഞ്ഞു പോവരുത്. ചെറുപയർ ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുന്ന പരുവത്തിൽ വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇനി സുഗിയൻ തയ്യാറാക്കാനായിട്ട് നമുക്ക് ശർക്കര വേണം. 1 കിലോ ചെറുപയറിന് ഞാനിവിടെ 1 കിലോ ശർക്കരയും കുറച്ച് കൂടുതലും കൂടി എടുക്കുന്നുണ്ട്. അതായത് ഇതുപോലത്തെ ഒരു 4 ഉണ്ട ശർക്കര എടുക്കുന്നുണ്ട്. ഇത് ഏകദേശം 1 കിലോ 200 ഗ്രാം ശർക്കരയുണ്ട്. ഈ അളവിൽ ശർക്കര ചേർക്കുമ്പോൾ ആവശ്യത്തിന് നല്ല മധുരം ഉണ്ടാവും. അല്ല ഇനി ഒരു മീഡിയം മധുരം മതി എന്നുണ്ടെങ്കിൽ 1 കിലോ ചെറുപയറിന് 1 കിലോ ശർക്കര ധാരാളം മതിയാകും. ഇനി ഇത് പെട്ടെന്നൊന്ന് ഉരുകി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇടികല്ല് കൊണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതിനി അടിക്ക് കട്ടിയുള്ളൊരു പാനിലോട്ട് മാറ്റാം. ഇതിലോട്ടിനി ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ശർക്കര നന്നായിട്ട് ഉരുക്കിയെടുക്കാം. വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ട് വേണം ശർക്കര ഉരുക്കിയെടുക്കാനായിട്ട്. ഒരു നൂൽ പരുവമൊന്നും ആവേണ്ട കാര്യമില്ല. ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കിയെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇവിടെ ശർക്കരയൊക്കെ പാകത്തിന് ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. ഞാനിവിടെ അടിക്ക് കട്ടിയുള്ളൊരു പാത്രത്തിലോട്ട് ശർക്കര ഉരുക്കിയത് അരിച്ചൊഴിക്കുവാണ്. ഇതേ പാത്രത്തിൽ തന്നെയാണ് ചെറുപയറും വരട്ടിയെടുക്കുന്നത്. ഇനി ഈ ഉരുക്കി വച്ചിരിക്കുന്ന ശർക്കര ചൂടായി ചെറിയൊരു തിള വരുമ്പോൾ തേങ്ങ ചിരകിയത് ചേർക്കാം. ഞാനിവിടെ 2 കപ്പ് തേങ്ങ ചിരകിയതാണ് ചേർക്കുന്നത്. നല്ല പച്ച തേങ്ങയാണെങ്കിൽ അത്രയും നല്ലത്. ഞാനിവിടെ യൂസ് ചെയ്യുന്ന കപ്പ് 250 ml-ൻ്റെതാണ്. ഇനി ഈ തേങ്ങയും ശർക്കരയും കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിലോട്ടിനി ഏലക്ക പൊടിച്ച് ചേർക്കാം. ഒരു 10 ഏലക്കയും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് പൊടിച്ചതിൽ നിന്ന് 1.5 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ് ചേർത്തിട്ടുള്ളത്. ഏലക്കയുടെ ഒക്കെ അളവിൽ നിങ്ങൾക്ക് താല്പര്യം അനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ഇതിലോട്ടിനി ഒരു എക്സ്ട്രാ ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇപ്പോൾ തേങ്ങയൊക്കെ ശർക്കരയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് ശർക്കര നല്ലോണം തന്നെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതിലോട്ടിനി വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ചേർക്കാം. ഇനി ഈ ശർക്കരയും ചെറുപയറും കൂടി നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. ഉരുളിയിൽ നിന്നൊക്കെ വിട്ട് വരുന്നൊരു പരുവ ആകുന്നത് വരെ നന്നായിട്ട് വരട്ടിയെടുക്കണം. അതുപോലെ തന്നെ ചെറുപയർ വേവിക്കാൻ നേരത്ത് ഞാൻ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ചില ശർക്കരയിൽ ഉപ്പുരസം കാണും. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒരു നുള്ള ഉപ്പ് ചേർത്താൽ മതി. അപ്പോൾ ഇനി ശർക്കരയൊക്കെ ഒന്ന് നന്നായിട്ട് മുറുകി ശർക്കരയും ചെറുപയറും കൂടി നന്നായിട്ട് വരട്ടിയെടുത്ത് കൈകൊണ്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു പാകത്തിന് ആവണം. അതുവരെ നന്നായിട്ട് വരട്ടിയെടുക്കാം. അപ്പോൾ ദാ ഇവിടെ ശർക്കരയും ചെറുപയറും നല്ലോണം വരട്ടിയെടുത്തിട്ടുണ്ട്. പാനിന്നൊക്കെ വിട്ട് വരുന്ന ആ ഒരു പാകത്തിന് നന്നായിട്ട് വരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. തണുക്കുമ്പോൾ ഇതൊന്നുകൂടി ഒന്ന് മുറുകി ടൈറ്റായിട്ട് വരും. അപ്പോൾ ഉരുട്ടിയെടുക്കുന്ന ഒരു പാകത്തിന് നമുക്ക് എളുപ്പം കിട്ടും. ഈ ഒരു അളവിൽ നിന്ന്, അതായത് 1 കിലോ ചെറുപയറിൽ നിന്ന് നമുക്ക് ഒരു മീഡിയം സൈസിലുള്ള 120 സുഗിയൻ തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി നിങ്ങൾക്ക് ഈ ഒരു അളവിൽ വേണ്ടെന്നുണ്ടെങ്കിൽ 1 കപ്പ് ചെറുപയർ, അതായത് 1/4 കിലോ ചെറുപയർ എടുത്താൽ ഒരു 300 ഗ്രാം ശർക്കരയും കൂടെ ചേർത്ത് ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ശർക്കരയും ചെറുപയറും കൂടി നന്നായിട്ട് വരട്ടിയെടുക്കണം. സുഗിയൻ തയ്യാറാക്കിയിട്ട് ബാക്കിയുള്ളത് നമുക്ക് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം.
ഫ്രീസറിലാണ് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ 1.5 മാസം വരെ ഒരു കുഴപ്പമില്ലാതെ ഇരിക്കും. വീട്ടിൽ അമ്മ എപ്പോൾ സുഖിയൻ ഉണ്ടാക്കിയാലും ഇതുപോലെ കുറച്ചധികം ചെറുപയറും ശർക്കരയും കൂടെ വരട്ടിയെടുത്ത് വെക്കാറുണ്ട്. എന്നിട്ട് എപ്പോൾ വേണമെങ്കിലും സുഖിയനായിട്ടും കൊഴുക്കട്ടയുടെ ഉള്ളിൽ വെച്ചിട്ട് മോദകമായിട്ടും ഇലയടയുടെ ഉള്ളിൽ സ്റ്റഫിംഗ് ഒക്കെ ആയിട്ട് വെച്ചിട്ട് അങ്ങനെ പല തരത്തിൽ ഇത് നമുക്ക് തരും. അപ്പോൾ ഇങ്ങനെ ശർക്കരയും ചെറുപയറും കൂടെ വരട്ടി വെക്കുവാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇലയടയോ അല്ലെങ്കിൽ മോദകമോ അല്ലെങ്കിൽ ഇതുപോലെ സുഖിയനോ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ദാ ഇവിടെ ശർക്കരയും ചെറുപയറും കൂടെ വരട്ടിയെടുത്തത് കൈകൊണ്ട് ഉരുട്ടിയെടുക്കാനുള്ള പാകത്തിന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സുഖിയൻ തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ള വലുപ്പത്തിൽ ഇത് ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു വലുപ്പത്തിലുള്ള ഉരുളകളാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. സുഖിയൻ തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ള ഉരുളകൾ ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ടിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി സുഖിയൻ തയ്യാറാക്കാനായിട്ട് മൈദ കൊണ്ട് നമുക്കൊരു ബാറ്റർ തയ്യാറാക്കണം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഞാനിവിടെ 2 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഇത്ര ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ മൈദയുടെ അളവിൽ മാറ്റം വരുത്താം. ഇതിലോട്ടിനി ആവശ്യത്തിന് ഉപ്പും പഞ്ചസാരയും കൂടെ ചേർക്കണം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒത്തിരി അങ്ങ് ലൂസും ആയി പോവരുത്, എന്നാൽ ഒത്തിരി അങ്ങ് കട്ടിയും ആയി പോവരുത്. ദോശമാവിൻ്റെ ഒക്കെ ഒരു പാകത്തിന് നമുക്ക് മാവൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സുഖിയൻ്റെ കോട്ടിങ്ങിന് ഒത്തിരി കട്ടി പാടില്ല. അതുകൊണ്ട് തന്നെ മാവ് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി. മൈദയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് മാവാണെങ്കിലും യൂസ് ചെയ്താൽ മതിയാകും. ഗോതമ്പ് മാവാണെങ്കിലും വലിയ ടേസ്റ്റിന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ സുഖിയൻ തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ള മൈദ കൊണ്ടുള്ള ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. ഒത്തിരി തിക്കും ആവരുത്, എന്നാൽ ഒത്തിരി ലൂസും ആവരുത്. ദോശമാവിൻ്റെ ഒക്കെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം തയ്യാറാക്കിയെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഓരോ സുഖിയനായിട്ട് മൈദമാവിൽ മുക്കി എണ്ണയിലിട്ട് വറുത്തെടുക്കാം. എണ്ണയ്ക്ക് അത്യാവശ്യം നല്ല ചൂടുണ്ടാവണം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് സുഖിയൻ വറുത്തെടുക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. ചെറുപയറൊക്കെ ആദ്യമേ നല്ലോണം തന്നെ വെന്തിട്ടുള്ളതാണ്. ഇനി ആ മൈദയുടെ കോട്ടിംഗ് മാത്രം ഒന്ന് വെന്ത് വന്നാൽ മതി. ഒരു വശം ഒന്ന് വെന്ത് വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. ഈ മൈദാമാവിൻ്റെ കോട്ടിംഗ് ഒന്ന് വെന്ത് വന്നാൽ മാത്രം മതി. ഞാനിവിടെ മൈദമാവിൻ്റെ ആ ബാറ്ററിലോട്ട് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല. അതുകൊണ്ട് സുഖിയനൊക്കെ അത്യാവശ്യം വെള്ള കളറിലാണ് ഉണ്ടാവുക. ഇനി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ആ മൈദമാവിൻ്റെ ബാറ്ററിലോട്ട് ആഡ് ചെയ്താൽ മതി. സുഖിയൻ നമുക്കപ്പോൾ ഒരു ലൈറ്റ് യെല്ലോ കളറിൽ കിട്ടും. ഇനി ഇത് ഗോൾഡൻ കളറൊന്നും ആവേണ്ട കാര്യമില്ല. ആ കവറിങ് ഒന്ന് വെന്ത് വന്നാൽ മാത്രം മതി. സുഖിയൻ്റെ കോട്ടിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും ക്രിസ്പി ആയിട്ടുണ്ടാവില്ല, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. നിങ്ങൾക്കിനി അത് ക്രിസ്പി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മൈദയുടെ ബാറ്ററിലോട്ട് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്താൽ മതി. അപ്പോൾ അതാ അത്രയേ ഉള്ളൂ. സുഖിയനൊക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇന്നത്തെ ഈ സുഖിയൻ്റെ റെസിപ്പി തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി മറ്റൊരു വ്ലോഗിലൂടെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് റെസിപ്പീസ് റീകുക്ഡ്.